Hema, how are you? Fine, thank you. Isabella and Sujata are not staying here at present. You don't know that? I did not come to meet any friend. I came here to stay. I want a room. Hema, don't pull my legs. நான் நிஜம்தான் சொல்றேன் ஜெயா. Any problem with your husband? அதெல்லாம் சாவகாசமா சொல்றேன். I understand. நீ தைரியமா இரு. நான் உன்கிட்ட எதுவுமே கேட்க போறதில்லை. உன் ஃப்ரெண்ட் இசபெல்லா தங்கிய ரூமே கொடுக்குறேன். Come with me. Come on. Okay. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ആ, ശെൽവരാജാണോ കോയമ്പത്തൂർ കോട്ടൺ എക്സ്പോർട്സിന്റെ പുതിയ MD? രാകേഷ് എന്നെ പരീക്ഷിക്കുന്നോ അതോ പരിഹസിക്കുന്നോ? ശെൽവൻ എൻ്റെ അളിയന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനല്ലേ, അതുകൊണ്ട് ചോദിച്ചതാ. രാകേഷ് സമ്മതിച്ചാലും ഇല്ലെങ്കിലും എനിക്ക് എൻ്റെ മനസ്സ് തുറക്കാതെ വയ്യ. ഒരു ഡയറക്ടറാകാൻ കഴിഞ്ഞത് തന്നെ വലിയ നേട്ടം. പിന്നെ മനസാക്ഷി സൂക്ഷിപ്പിൻ്റെ കാര്യം, അന്നും ഇന്നും എൻ്റെ മനസാക്ഷി വിശാലാക്ഷി അമ്മാളിന് വേണ്ടിയേ സംസാരിക്കൂ. അമ്മ കഴിഞ്ഞാൽ അമ്മയുടെ മകൻ ബാലു. മൂന്നാം സ്ഥാനമേ ബാലുവിൻ്റെ ഭാര്യ ഹേമയ്ക്ക് ഞാൻ കൊടുത്തിട്ടുള്ളൂ. ബൈ ദ ബൈ, ഹേമ ബാലുവിൻ്റെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയ കാര്യം രാകേഷ് അറിഞ്ഞു കാണുമല്ലോ, ഇല്ലേ? അറിഞ്ഞില്ല. അവൾ ഇറങ്ങിപ്പോയതോ അതോ അവൻ ഇറക്കി വിട്ടതോ? ഹേമ സ്വമനസാലെ ഇറങ്ങിപ്പോയെന്നാണ് ഞാൻ അറിഞ്ഞത്. ആ ഷെയർ കൈമാറ്റം ചെയ്യുന്നതിന് ഫോം 7B ഒപ്പിടണമെന്ന് ബാലു പറഞ്ഞ ദിവസം രാകേഷും ബാലുവും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായില്ലേ? യാതൊരു ഏറ്റുമുട്ടലും ഉണ്ടായില്ല. ഞാൻ ഷെയർ കേരളത്തിൽ ഒരു മുസ്ലിം വ്യവസായിക്ക് കൈമാറി. അത് ബാലുവിനോട് ചോദിക്കാതെ ചെയ്തതിലുള്ള ദേഷ്യം, അത്രേ ഉള്ളൂ. ഷെയർ കൈമാറ്റം ചെയ്താൽ ഡയറക്ടർ ബോർഡ് അത് അംഗീകരിക്കണം. അക്കാര്യം രാകേഷിന് അറിഞ്ഞൂടെ? ബാലു തന്നെ തട്ടിക്കൂട്ടിയ ഡയറക്ടർ ബോർഡല്ലേ. കേരളത്തിൽ ഒരു മുസ്ലിം വ്യവസായിക്കാണ് ഞാൻ ഷെയർ കൈമാറ്റം ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ ഡയറക്ടർ ബോർഡ് അത് അംഗീകരിക്കാതിരുന്ന കോയമ്പത്തൂരുള്ള അയാളുടെ ഫ്രണ്ട്സ് ബാലുവിനെ കൈകാര്യം ചെയ്തോളൂ. ഷെയർ ട്രാൻസ്ഫറിന്റെ കാര്യത്തിൽ നിങ്ങൾ തമ്മിലടിച്ച ദിവസം തന്നെയാ ഹേമ വീട് വിട്ടത്. പ്രശ്നം കൂടുതൽ സങ്കീർണമാക്കണോ? മോളിങ് വന്നേ. നീ ആ നാദസരക്കാരൻ രാമേഷ്ണ പണിക്കരുടെ മോളല്ലേ? അതെ. നിന്റെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ സുഖമാണോ? നിന്റെ ഒരാങ്ങള ദുബായിലില്ലയോ? ഉണ്ട്. അവന്റെ കല്യാണം കഴിഞ്ഞോ? അല്ലയോ? കഴിഞ്ഞു. നിന്റെ അമ്മയും ആ പെണ്ണും തമ്മിൽ ഒട്ടും ചേരത്തില്ലെന്നാണല്ലോ നാട്ടുകാർ പറയുന്നത്. നേരാണോ? നിന്റെ അമ്മയോട് പറ അങ്ങ് വിട്ടുകൊടുക്കാൻ. പഴയ കാലമല്ല, ഇപ്പം മരുമക്കളുടെ കാലമാ. പണ്ട് മരുമക്കൾ അമ്മായിയമ്മമാരുടെ തൊഴി കൊള്ളും, ഇപ്പം അമ്മായിയമ്മമാര് മരുമക്കളുടെ തൊഴി കൊള്ളും. എനിക്ക് പോകാൻ ധൃതിയുണ്ട്. എല്ലാവർക്കും ധൃതി. ലോകത്തിന് ഭയങ്കര സ്പീഡ്. എനിക്ക് മാത്രം ഒരു ധൃതിയും ഇല്ല, സ്പീഡും ഇല്ല.
എടാ ഗോപകുമാരാ, എടാ ഗോപകുമാരാ, ഇങ്ങോട്ടൊന്ന് വന്നിട്ട് പോടാ. നിനക്ക് ജോലിയൊന്നും ആയില്ലയോ? ഇല്ല. എത്ര വരെ പഠിച്ചു നീ? BA-യാ MA-യാ? MA. എനിക്ക് പ്രായമായ കാലത്ത് ഞങ്ങളുടെ നാട്ടിൽ ആകെ ഒരു BA-കാരനേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ എല്ലാ വീട്ടിലും ഉണ്ട് 2-3 MA-കാര്. പണ്ടത്തെ കാലം അല്ലല്ലോ, ഇപ്പൊ പെമ്പിള്ളാരും പഠിക്കുകയല്ലയോ. യവന്മാരൊക്കെ എവളുമാരൊക്കെ ആരെവിടെ നിന്നെടുത്തിട്ട് ജോലി കൊടുക്കും? നിന്റെ അച്ഛന് കാർത്തികപ്പള്ളി ഒരു രഹസ്യ ബന്ധം ഉണ്ടായിരുന്നല്ലോ, അതിലും ഇല്ലേ 2 പെൺപിള്ളാര്? രണ്ടിനെയും കെട്ടിച്ചയച്ചോ? എനിക്കറിഞ്ഞൂടാ, ഞാനവരെ കണ്ടിട്ടുമില്ല. പണ്ടൊക്കെ ഇത്തരം ബന്ധങ്ങളൊക്കെ രഹസ്യമായിട്ടായിരുന്നു. ഇപ്പോഴെല്ലാം പരസ്യമാ. ആരാ മുത്തശ്ശി ഇവിടെ കൊണ്ടുവന്നിരുത്തിയത്? അമുതമാണോ? അവക്കിന്ന് 2 കൊടുക്കുന്നുണ്ട് ഞാൻ. മുറി വിട്ട് പുറത്തിറങ്ങരുതെന്നല്ല ഞാൻ പറഞ്ഞിട്ടുള്ളത്. വല്ലപ്പോഴെങ്കിലും സൂര്യനെ ഒന്ന് കാണണ്ടേ മോനെ? ഞാൻ ഭൂമിയിൽ തന്നെ ജീവിക്കുന്നെന്ന് ഉറപ്പ് വരുത്താൻ. മറിഞ്ഞു വീണ് എല്ലാം കാനും പൊട്ടിയാ പിന്നെ ഞാൻ ജീവനോട് അങ്ങ് ദഹിപ്പിക്കും. പറഞ്ഞില്ലെന്ന് വേണ്ട. ഇപ്പോഴും നീ അത് തന്നെയല്ലേ ചെയ്തോണ്ടിരിക്കുന്നത്? ഹേമ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയ പിന്നെ ഇന്നാ ഞാൻ ഈ വരാന്ത കാണുന്നത്. മുത്തശ്ശി എഴുന്നേറ്റെ, ഞാൻ മുറി കൊണ്ടുപോയി കിടത്താം. മേലിൽ ആ കട്ടിൽ നിന്ന് എഴുന്നേറ്റ് പോകരുത്. വാ. വല്ലപ്പോഴെങ്കിലും കൈയും കാലും ഒന്ന് ആടണ്ടേ മോനെ? വയസ്സ് 91 ആയി, ഇനി ഒരുപാടൊന്നും അങ്ങ് ആടണ്ട. അത് നീ തീരുമാനിച്ചാ മതിയോ? വയസ്സ് 91 എന്ന് നീ പറയുന്നു, പക്ഷെ എൻ്റെ മനസ്സും ശരീരവും സമ്മതിക്കണ്ടേ? എടാ മക്കളെ, മുത്തശ്ശിയുടെ മനസ്സിന് ഇപ്പോഴും 18 വയസ്സാ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്. അതാ ആ മൈതാനത്ത് കുറെ സ്റ്റുഡൻസ് ക്രിക്കറ്റ് കളിക്കുന്നു. മുത്തശ്ശിയും ചെന്ന് കളിക്ക്. നീ ഒരു ബാറ്റ് മേടിച്ചതാ, ഞാൻ പോയി കളിക്കാം. റണ്ണൊന്നും എടുക്കാതെ ഞാൻ ഔട്ടായ നീ എന്നെ ജീവനോടങ്ങ് ദഹിപ്പിച്ചോ? അയ്യടാ, നല്ല പൂതി തന്നെ. കൊച്ചുമോള് ഇതേ വിത്ത് തന്നെ കാണിച്ചു വെച്ചിരിക്കുന്ന കണ്ടില്ലേ? നീ എന്ത് തന്നെ പറഞ്ഞാലും സ്വഭാവത്തിലും പെരുമാറ്റത്തിലും അവളാ നിന്നേക്കാൾ ഭേദം. കാര്യം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടാണോ ഈ സംസാരിക്കുന്നത്? കാര്യം നീ പറഞ്ഞാലല്ലേ അറിയൂ. ഹേമ ബാലുവിനോട് പിണങ്ങി വീട് വിട്ട് ഇറങ്ങിയെന്ന്. എന്റെ മലയാലപ്പുഴ ഭഗവതി, സത്യമാണോ? എന്നിട്ട് അവൾ എവിടെ? ഇങ്ങോട്ട് വരാതെ അവൾ എവിടെ പോയി? അത് തന്നെ ഞാനും അന്വേഷിക്കുന്നത്. എടാ, ഭർത്താവിന്റെ വീട് വിട്ട പെണ്ണ് സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു വരാതെ അന്യരുടെ വീട്ടിൽ പോയി താമസിച്ചാൽ നാട്ടുകാർ അപവാദം പറയും. അത് അവളല്ലേ ആദ്യം മനസ്സിലാക്കേണ്ടത്. എന്നെ ഇങ്ങനെ ഈ കട്ടിലിൽ കെട്ടിയിടാൻ നോക്കാതെ നീ പോയി അന്വേഷിക്കൂ. എവിടെയെന്ന് വെച്ചാൽ അന്വേഷിക്കുന്നത്? കോയമ്പത്തൂറുള്ള വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലുകൾ മുഴുവനൊന്ന് അരിച്ചു പറക്കാം. അല്ല എന്താ ചെയ്യാ? നീ ഒരു കാര്യം ചെയ്യൂ, എന്നെ കൂടെ ആ കാറിലോട്ട് കയറ്റി വെക്ക്. നീ ദിവസവും എത്രയോ സാധനങ്ങൾ നിന്റെ കാറിൽ കയറ്റി വെക്കുന്നു. ആ കൂട്ടത്തിലൊരു സാധനമാണെന്ന് കരുതിയാ പോരെ? ആ പോകുന്ന വഴിയിൽ നമുക്ക് അബൂബേക്കറിന്റെ ഹോട്ടലിൽ കയറി ഒരു കൂത്തു പൊറോട്ടയും കഴിക്കാം. മുത്തശ്ശി തന്നെയല്ലേ ഇന്നലെ രാത്രി പറഞ്ഞത് നാവിന് തീരെ രുചിയില്ലെന്ന്. എടാ കുഞ്ഞേ, കഞ്ഞിയും പയറും കഴിച്ചപ്പോഴല്ലയോ ഞാൻ നാവിന് രുചിയില്ലെന്ന് പറഞ്ഞത്. നീ കുത്തു പൊറോട്ട മേടിച്ചതാ, പോയ രുചി താനേ തിരിച്ചു വരും. ആ, അത് ഞാൻ പാഴ്സലായിട്ട് വാങ്ങിച്ചോണ്ട് വരാം. എന്നാലും നീ എന്നാ കാറിലോട്ട് എടുത്ത് വയ്ക്കത്തില്ലല്ലോ മോനെ. പാഴ്സൽ കൊണ്ടുവന്ന് വീട്ടിലിരുന്ന് കുത്തുപൊറോട്ട പോലുള്ള സാധനം കഴിച്ചാൽ എന്ത് രസമാണടാ. ഹോട്ടൽ മുബാറക്കിൽ പോയി ആരോഗ്യവും സൗന്ദര്യവും ഉള്ള നല്ല ചെറുപ്പക്കാരുടെ മധ്യത്തിലിരുന്ന് വേണം ചൂടോടെ കുത്തുപൊറോട്ട കഴിക്കാൻ. ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞത് മറന്നുപോയോ? വയസ്സ് 87 88 ആയെങ്കിലും 87 88 അല്ല, 91 സെപ്റ്റംബർ 1 തികഞ്ഞത്. 90 90. പക്ഷേ എൻ്റെ മനസ്സിന് ഇപ്പോഴും 18 വയസ്സാ. ആ നീ വേഗം പോയി ആ കൊച്ചെവിടെ ഉണ്ടെന്ന് അന്വേഷിച്ച് വിളിച്ചോണ്ട് വാ, ചെല്ലേ. ആ, അത് ഞാൻ പൊക്കോളാം. അതിനു മുമ്പ് മുത്തശ്ശി എഴുന്നേക്ക്, ഞാൻ മുറി കൊണ്ടാക്കാം. വാ. ദേ, ആ എഴുന്നേക്ക്, നടക്ക്.
അമ്മേ വാ. അമ്മേ ഇതെവിടെ പോയി? അമ്മേ അന്നേരം ഭക്തിയ വന്നിച്ചിരുത്തിയിടിനാൻ നന്നായി വിഷ്ണുരാജൻ ബ്രഹ്മരാജനെ. അന്നേരം എന്റെ അമ്മേ, എത്ര നാളായി ഞാൻ അമ്മയോട് പറയുന്നു എന്ത്? ഇത്തരം ജോലികൾ ചെയ്യുന്നതിനിടയിൽ കീർത്തനം പാടരുതെന്ന്. പാടുന്നതോ പോട്ടെ, അമ്മ വരികളെല്ലാം തെറ്റിച്ചാ പാടുന്നത്. ഇങ്ങനെ തെറ്റിച്ചു പാടിയ ദോഷമേ വരൂ. എന്റെ കീർത്തനത്തിന് കുറ്റം പറയുന്നു. എടി, ഭക്തിയുടെ കാര്യത്തിൽ എന്നെ പഠിപ്പിക്കാൻ മാത്രം നീ വളർന്നിട്ടില്ല. നീയെന്നല്ല, ദിവസേന ഏതു നേരവും ലളിതാ സഹസ്രനാമം വായിക്കുന്ന ആ സൗദാമിനിക്ക് പോലും കീർത്തനം ചൊല്ലുന്ന കാര്യത്തിൽ എന്നെ തോൽപ്പിക്കാനാവില്ല. ആ സൗദാമിനി വലിയ ഭക്തശിരോമണിയാണെന്ന് ഭാവിച്ചത് കൊണ്ടായോ? എന്റെ ശ്രീകൃഷ്ണ ഭക്തിയാണ് യഥാർത്ഥ ഭക്തി. അവര് നോക്കിയല്ലേ വായിക്കുന്നത്, ഞാൻ കാണാതെയാണ് ചെല്ലുന്നത്. ശരി, സമ്മതിച്ചു. പക്ഷേ ഇപ്പൊ അമ്മ പാടിയതിൽ 2 തെറ്റുകളുണ്ട്. വിഷ്ണു രാജൻ എന്നല്ല, വിഷ്ണുരാധൻ എന്നാണ് പാടേണ്ടത്. വിഷ്ണുരാധൻ എന്നാൽ വിഷ്ണുവിനാൽ രക്ഷിക്കപ്പെട്ടവൻ എന്നർത്ഥം. ബ്രഹ്മരാജൻ എന്ന് പാടിയതും തെറ്റാണ്. അത് ബ്രഹ്മരാധൻ എന്ന് പാടണം. രാധൻ എന്നൊരു വാക്കില്ല. ഓ, മലയാളത്തിലും സംസ്കൃതത്തിലുള്ള എല്ലാ വാക്കുകളും അമ്മയ്ക്ക് അറിയാമോ? അതെ, വിഷ്ണുവിനെ ആരെങ്കിലും രാജാവെന്ന് വിളിക്കോ? ബ്രഹ്മാവൻ രാജാവല്ല. സൃഷ്ടിയുടെ പ്രതീകമാണ് ബ്രഹ്മാവ്. അതുപോലെ സ്ഥിതിയുടെ പ്രതീകമാണ് വിഷ്ണു. ദേ, എന്റെ മുമ്പിൽ നിന്ന് ഈശ്വരൻ എന്ന ചെയ്ത കയ്യെ കിട്ടുണ്ടർത്തിയാൻ അടിക്കും. അമ്മേ, അമ്മുമ്മ തെറ്റുപാടുന്നേ പാടട്ടെ. അമ്മ എന്തിനാ വെറുതെ തിരുത്താൻ പോകുന്നത്? അമ്മുമ്മ പിടിച്ച മുയലിന് 3 കൊമ്പല്ലേ? അല്ല, നിങ്ങൾ ഇവിടെ വന്നത് എന്തിനാ? എന്നെ കുറ്റം പറയാനോ അതോ എന്റെ ഭക്തിവിലാസത്തെ താഴ്ത്തിക്കെട്ടാനോ? ഞാൻ വന്നത് അമ്മയ്ക്ക് ഈ മാസത്തെ ചെലവിനുള്ള പണം തരാനാണ്. ദാ 5000 തികച്ചുണ്ട്. കൈയൊന്ന് കഴുകമ്മേ. ഓ, കൈയൊന്നും ഇപ്പൊ കഴുകാൻ ദാ സോപ്പ്. സോപ്പും ചീപ്പും ഒന്നും വേണ്ട. ഓ. പിന്നെ ഇതിപ്പോ പിന്നെ കൈമലാക്കാനുള്ളത് തന്നെയല്ലേ. ആ തൂക്കി നോക്കുന്നത് പോരാ. ഏ അരിയുടെ വില എവിടെയാ ചെന്ന് നിക്കണെന്ന് നിനക്കറിയൂ? എന്തിന്? പരിപ്പ്, ഉഴുന്ന്, മല്ലി, പുളി, ജീരകം, കടുക്, ഉലുവ, സർവ്വ സാധനങ്ങൾക്കും വില കൂടി. തക്കാളി, ഉരുളൻകിഴങ്ങ്, മുരിങ്ങക്ക, ഒന്നും വാങ്ങാൻ നിവൃത്തിയില്ല. ഒന്നുകിൽ നീ എനിക്ക് ശമ്പളം കൂട്ടിത്തരണം, ഇല്ലെങ്കിൽ നീ എന്നെ കരുണാലയത്തിൽ താമസിപ്പിക്കണം. കരുണാലയത്തിൽ താമസിക്കുന്ന കാര്യം അമ്മ അങ്ങ് മറന്നേക്ക്. അത് അടഞ്ഞ അധ്യായമാണ്. പുസ്തകത്തിനകത്തല്ലേ അധ്യായം? അടച്ചു വെച്ച പുസ്തകം തുറക്കാൻ എന്താണ് ഇത്ര പ്രയാസം? പുസ്തകത്തിന് പൂട്ടൊന്നുമില്ലല്ലോ. ശരി, അതാണ് നിന്റെ തീരുമാനമെങ്കിൽ എന്റെ ശമ്പളത്തിൽ 50% കൂട്ടണം. എന്ന് വെച്ചാ 5000ന്റെ സ്ഥാനത്ത് 7500 കിട്ടണം. അമ്മ എന്താ ഈ പറയുന്നത്? അമ്മയ്ക്ക് മാത്രം ആഹാര ചെലവിന് 7500 രൂപയോ? വാടക ഞാനല്ലേ കൊടുക്കുന്നത്? എനിക്ക് ഭക്ഷണത്തിനും വസ്ത്രങ്ങൾക്കും പൂജാ സാധനങ്ങൾ വാങ്ങിക്കാനും 7500 കിട്ടിയേ പറ്റൂ. ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? കരുണാലയത്തിൽ നമ്മുടെ മുറിയിൽ നാമം ജപിച്ച് കഴിഞ്ഞാ പോരായിരുന്നോ? എന്തൊക്കെയാ അമ്മമ്മ അവിടെ കാട്ടിക്കൂട്ടിയത്? അതിന്റെ ബലം അനുഭവിക്കേ. അതുപോലെ അമ്മ എന്തിനാ അയൽപ്പക്കത്തെ പെണ്ണുങ്ങളോട് കള്ളക്കഥകൾ പറഞ്ഞുണ്ടാക്കിയത്? സ്വപ്നത്തിൽ ഗുരുവായൂരപ്പൻ പ്രത്യക്ഷപ്പെട്ട് കുറൂരമ്മയെന്ന് വിളിച്ചു പോലും. അന്നൊരു ദിവസം ഞാൻ പോസ്റ്റ് ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുമ്പോ ഒരു പെണ്ണ് അവളുടെ കൂട്ടുകാരിയോട് പറയുന്നു, അതാ കുറൂരമ്മയുടെ മോള് പോണൂന്ന്. ആ പെണ്ണിനെ അടുത്ത് വിളിച്ച് തല ഉയർത്തി നിന്ന് പറയണം, അതേടി ഞാൻ കുറൂരമ്മയുടെ മോള് തന്നെയാണെന്ന്. ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം കൊണ്ടാ എനിക്ക് കരുണാലയത്തിലെ മരുമകളാകാൻ കഴിഞ്ഞതെന്ന്. ഓ പിന്നെ അമ്മമ്മ ഇനിയെങ്കിലും ഇത്തരം ഗുലുമാലകൾക്കൊന്നും പോവാതെ ഈശ്വര ഭജനായി വീട്ടിയിരിക്കണം. നിങ്ങൾ അമ്മയും മകളും വിഷയം മാറ്റണ്ട. എന്റെ ശമ്പള വർധനവിന്റെ കാര്യം പറഞ്ഞില്ല. അതെ, എനിക്ക് പോസ്റ്റ് ഓഫീസിൽ നിന്ന് കിട്ടുന്ന കമ്മീഷനിൽ നിന്നാ ഞാൻ ഈ 5000 രൂപ തരുന്നത്. വാടകയായി 2000 ഞാൻ വേറെ കൊടുക്കുന്നില്ലേ? എനിക്ക് 7500 കിട്ടിയേ പറ്റൂ. തന്നില്ലെങ്കിൽ അമ്മ എന്ത് ചെയ്യും? ഞാൻ ക്ഷേത്രങ്ങൾ തോറും നടന്ന് തെണ്ടും. അപ്പൊ നാട്ടുകാര് നിന്നെ കാണുമ്പോ തെണ്ടിയുടെ മോളേന്ന് വിളിക്കും. അത് തന്നെ. ഈ അമ്മൂമ്മ എങ്ങനെയാ അമ്മയുടെ അമ്മയായത്? അത് ചത്തുപോയി എന്റെ അച്ഛനോട് ചോദിക്കണം. വാ മോളെ, നമുക്ക് പോവാം. ചീനി പുഴുങ്ങിയത് അടുക്കളയിലുണ്ട്, വേണമെങ്കിൽ എടുത്ത് തിന്നിട്ട് പോ. വേണ്ട, അതിനി അമ്മൂമ്മ 50 രൂപ വേറെ ചോദിക്കും. എടേ നിക്കടിയോടെ, നന്ദി കേട്ടോ. പൊടിയാർന്ന് അമ്മ വേഗം നടന്നേ. ഉള്ളൊരു പോക്ക് കണ്ടില്ലേ? നീ വരുവോടി എന്റെ അടുത്ത് തന്നെ.
അന്നേരം ഭക്ത്യ വന്നിച്ചിരുത്തിയിടിനാൻ നന്നായി വിഷ്ണുരാജൻ. രാജനു അതോ അവള് പറഞ്ഞതുപോലെ രാധനോ? അവക്കെന്തറിയാം, രാജനൊന്നല്ല, രാജൻ തന്നെ. നന്നായി വന്നിച്ചിരുത്തിയിടിനാൻ വിഷ്ണുരാജന്. തെറ്റിയോ? തെറ്റിയാലും സാരമില്ല.